അമ്മച്ചീസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇത് കാണുന്നുണ്ടല്ലോ, ഇത് കുറച്ച് മത്തപ്പൂ ഇന്ന് കിട്ടിയ കളയണ്ടെന്ന് വിചാരിച്ചു. പുളിയും മുളകും എല്ലാം കടുകിട്ട് അതിനകത്ത് ഇട്ട് കേട്ടോ, അത് വഴന്നു. അതിനകത്തോട്ട് പെട്ടെന്ന് ഞാൻ ഈ സവാളയൊന്ന് ശരിക്കും മൂപ്പിക്കാൻ എനിക്ക് സമയമുണ്ടോയെന്ന് അറിയില്ല കേട്ടോ. അതെന്തിനാ വാരിയിടുന്നതെന്ന് ചോദിച്ചാൽ ഒരു കയ്യിലാന്ന് ഞാൻ പറഞ്ഞില്ലേ ഫോൺ. പിന്നെ അത് ആദ്യം കടുക് പൊട്ടിച്ചപ്പോൾ അതങ്ങ് തീ ഓഫ് ചെയ്യേണ്ടി വന്നു, കാരണം ഇത് വർക്ക് ചെയ്യുന്നില്ല ക്യാമറ. അപ്പം കണ്ടല്ലേ, ഞാനിത് ശരിക്കും മൂപ്പിക്കുന്നില്ല, കാരണം സാലഡിനകത്ത് നമ്മൾ പച്ചക്കല്ലേ കഴിക്കുന്നത്. കാരണം ഇത് മൂക്കാൻ നിന്നാൽ അതിൻ്റെ പരിപാടി നടക്കില്ല, അതിന് മുമ്പ് ഇത് കട്ടായിപ്പോൾ. അപ്പോൾ ഇതിനകത്തോട്ട് തന്നെ ഇത് മൂപ്പിക്കണം കേട്ടോ. ഞാൻ തണ്ടാ ഈ ചീര ഇതങ്ങ് ഇടുകയാണ്. ഇതെങ്ങനെ കറി വെക്കുന്നതെന്ന് കൂടെ കാണിക്കണമെന്നുണ്ട്. എനിക്കൊന്ന് 2 പേര് കോളിയുണ്ട്, ഇത് മാത്രം കാണിച്ചാൽ പോരുന്നു. അപ്പോൾ ഉള്ളി ഞാൻ പറഞ്ഞല്ലോ വഴന്നിട്ടില്ല. പിന്നെ ഞാൻ അതിനകത്തോട്ട് തന്നെ ഈ ഇല കൂടി ഇട്ടൊന്ന് തല്ലിപ്പൊട്ടി വെക്കുകയാണ് കേട്ടോ. പിന്നെ അതിനകത്തോട്ട് തന്നെ തേങ്ങ ഞാൻ ചേർക്കണമെന്ന് വിചാരിച്ചില്ല, അപ്പോൾ എനിക്ക് തോന്നി ഇച്ചിരി തേങ്ങ ചേർത്തേക്കാം. അപ്പം തേങ്ങ കൂടെ അങ്ങ് ആഡ് ചെയ്തു. ഇനി ഞാനത് കുറച്ച് ഉപ്പിട്ടില്ല. പിന്നെ ഇച്ചിരി ഉപ്പിട്ടു, ഇച്ചിരി കുരുമുളക് പൊടി ഇട്ടു. ഇനി മുട്ട കൂടെ അത് ഒഴിക്കുക. ഇപ്പം തന്നെ ഇപ്പോഴല്ല കേട്ടോ, ഇച്ചിരി കഴിഞ്ഞ് ഒഴിക്കേണ്ടിയാണ് കേട്ടോ, കാരണം ഇത് കട്ടായി പോയെങ്കിൽ ഞാനെന്ത് ചെയ്യും. അപ്പം ഞാനിതെല്ലാം കൂടെ ഇളക്കി വന്ന് അടുത്ത ആ മുട്ട വേകുന്ന സമയം കൊണ്ട് ആ പൂവും അങ്ങ് വെന്തോളും. പിന്നെ ഉള്ളി ഇച്ചിരി മൂക്കാനുണ്ട്, കുഴപ്പമില്ല കേട്ടോ. അപ്പം ഇത് വെച്ച് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് ഇളക്കി എടുക്കുമ്പം ഒരു തോരനായി. അപ്പോൾ എന്തൊക്കെയാണെന്ന് കണ്ടല്ലോ. പച്ചമുളക്, എനിക്ക് ഇവിടുന്ന് കിട്ടിയ കുറച്ച് കാന്താരി, കരിവേപ്പില, പിന്നെ സവാള ഇവിടുത്തെ അല്ല കേട്ടോ. പിന്നെ കടുക്, കുരുമുളക് പൊടി, ഉപ്പ് എല്ലാം ഇട്ടു. പിന്നെ ഉള്ളി ഒന്ന് വഴരണം കേട്ടോ. എന്നിട്ട് അതിനകത്തോട്ട് മുട്ട ഉടച്ചൊഴിച്ചു. പിന്നെ അതിട്ട് ഒന്ന് വാടിയിട്ട് വേണം മുട്ട ഒഴിക്കാൻ. എന്നിട്ട് ഇത് അടച്ചു വെക്കുക. എന്നിട്ട് ചിക്കി തോർത്തി എടുക്കുക. ഒരു തോരനായി. ഓക്കേ.